ഗവർണറും വൈസ് ചാൻസലറുമായിട്ടുള്ള നടത്തുന്നുണ്ട്. അതിനെതിരെയാണ് SFI ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി SFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള സഖാവ് ആദർശം സജിയെ ഏറെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാരും RSS നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രതിരോധത്തിന്റെ ശബ്ദമാകാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും ആദ്യം തന്നെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. കേരള മോഡൽ പ്രതിരോധം, നമുക്കറിയാം ഈ സംഘപരിവാർവൽക്കരണത്തിനെതിരെ കേരള മോഡൽ പ്രതിരോധം രാജ്യത്താകമാനം SFIയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾ സമരസപ്പെടാതെ ഈ പോരാട്ടത്തിന് നേതൃത്വമായി മാറിയിരിക്കുകയാണ്. ഏതൊക്കെ നിലയിൽ ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും വലിയ നിലയിൽ അതിനെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ നിലയിൽ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. കേരള സർവകലാശാല, കേരളത്തിനകത്ത് വിവിധ സർവകലാശാലകൾ വിവിധ ഗ്രേഡിംഗിൽ, നാക് ഗ്രേഡിംഗിൽ, NIRF ഗ്രേഡിംഗിൽ, അതോടൊപ്പം തന്നെ വിവിധ നിലയിൽ പരിശോധിക്കുമ്പോൾ രാജ്യത്തിന് തന്നെ മാതൃകയായി ലോകത്തിനാകമാനം തന്നെ ശ്രദ്ധ നേടുന്ന നിലയിലേക്ക് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മാറിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും മികച്ച 100 ക്യാമ്പസുകൾ എടുത്താൽ ആ 100 എണ്ണത്തിൽ 13 എണ്ണം കേരളത്തിലെ ക്യാമ്പസുകളാണ്. ആ കേരളത്തിലെ 13 ക്യാമ്പസുകളിൽ നിന്ന് സമരവുമായി എത്തിയ വിദ്യാർത്ഥികളാണ്. ഇവിടെ ആ 13-ൽ ഉൾപ്പെടുന്ന ഒരു ക്യാമ്പസാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്. അതിലുൾപ്പെടുന്ന മറ്റൊരു ക്യാമ്പസാണ് വഴുതക്കാട് വിമൻസ് കോളേജ്. ആ നിലയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ കുതിച്ചുനാട്ടം നടത്തുമ്പോൾ എന്തിനാണ് ഈ ഗവർണർ ഈ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? മറ്റൊരു കാരണവുമില്ല. കാരണം രാജ്യത്തെ കേരളത്തിലെ തൊഴിലാളിയുടെ മകൻ, കർഷകരുടെ മകൻ, മത്സ്യത്തൊഴിലാളിയുടെ മകൻ അല്ലെങ്കിൽ കർഷകരുടെ മക്കൾ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നുപോകാൻ സാധിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ നിലയിൽ പിന്നോക്ക വിഭാഗത്തിലുള്ള തൊഴിലാളിയുടെ മക്കൾക്ക് ഒന്നും ഇപ്പോഴും സ്വപ്നം കാണുന്ന നിലയിലേക്കാണ് അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല. പക്ഷേ കേരളത്തിലും രാജ്യത്തിനാകമാനം തന്നെ മാതൃകയായി കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറി. അവരെ ഭയപ്പെടുത്തുന്നതാണ് അവരുടെ വിചാരധാരയാണ്, അവരുടെ താത്വിക ഗ്രന്ഥങ്ങൾ. കാരണം അവരുടെ താത്വിക ഗ്രന്ഥങ്ങളിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് പിന്നോക്കക്കാരന്, അവർ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ജനങ്ങളെ മനുഷ്യരായി പോലും കാണുന്നില്ല, ദളിതനെ മനുഷ്യരായി പോലും കാണുന്നില്ല. കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ്. അവിടെ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന്, ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന്, കർഷകരുടെയും തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെ ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കടന്നു പോകാൻ സാധിക്കുന്നു. അതാണ് പ്രത്യയശാസ്ത്രപരമായ രീതിയിൽ അവരെ പ്രകോപിപ്പിക്കുന്നത്. ആ നിലയിൽ സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾ അവർക്കെതിരെ വിരൽ പ്രകോപിപ്പിക്കുന്നത് സംഘപരിവാറിന്റെ ചാതുർവർണ്ണ വ്യവസ്ഥയെ പ്രതിരോധിക്കുന്നത് കൊണ്ടാണ് ഗവർണർ ഈ നിലയിലുള്ള നടപടി സംവിധാനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാം, ഇന്ന് അർലേക്കർ മോഹൻ കൊട്ടേഷനുമായിട്ടാണ് മതനിരപേക്ഷതയെ തകർക്കുന്നതിന് വേണ്ടി, കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ തകർക്കുന്നതിന് വേണ്ടി ഗവർണർ മോഹൻ ഭഗവതിന്റെ കൊട്ടേഷനുമായി ഇവിടെ വന്നതാണെങ്കിൽ ആ കൊട്ടേഷൻ കാശ് തിരിച്ച് മോഹൻ ഭഗവതി കൊണ്ട് കൊടുത്തോണം. ആ നിലയിലുള്ള ഇടപെടൽ കേരളത്തിനകത്ത് ഞങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കത്തില്ല. ശക്തമായിട്ടുള്ളൊരു പ്രതിരോധം കേരളത്തിനകത്ത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കും. ഈ പ്രതിഷേധം നടക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നു. VD സവർക്കറാണോ VD സതീശനാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്? എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, രാവിലെ ചന്ദ്രൻ VD സതീശന് തയ്യാറാക്കി കൊടുക്കുന്നത് ലേഖനും ഒരു ഡയലോഗ് ഉണ്ടല്ലോ കാറ്റില്,
ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് സംസ്ഥാന വ്യാപകമായി SFI പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. പഠിപ്പ് മുടക്കിയുള്ള സമരമുണ്ട്. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലേക്ക്, രാജ്ഭവനിലേക്ക് ഉൾപ്പെടെ വിവിധ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് വിദ്യാർത്ഥി പ്രതിഷേധം നടത്തുന്നത്. പലയിടങ്ങളിലും പ്രതിഷേധം അക്രമാസക്തമാകുന്ന സാഹചര്യമുണ്ടായി. രാജ്ഭവനിലേക്കുള്ള SFIയുടെ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഒടുവിൽ ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് നീങ്ങാനുള്ള SFI പ്രവർത്തകരുടെ നീക്കത്തെ അത് പോലീസ് അവരെ അനുനയിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ അതിനുശേഷം SFIയുടെ ദേശീയ പ്രസിഡന്റ് വിദ്യാർത്ഥി പ്രതിനിധികളെ SFI പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. വലിയ പ്രതിഷേധത്തിന് യുദ്ധസമാനമായ സാഹചര്യത്തിലാണ് രാജ്ഭവന്റെ കവാടം സാക്ഷ്യം വഹിച്ചതോടൊപ്പം വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലേക്കും SFIയുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. രാവിലെ ASF വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ SFI ASF ഉൾപ്പെടെയുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ കേരള സർവകലാശാല ആസ്ഥാനത്തേക്കും പ്രതിഷേധം നടന്നിരുന്നു.